ഹലോ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുട്ടി വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് മക്കളെ. ബട്ട് ഈ വ്ളോഗിന് ഒരു കുഞ്ഞു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, ആഫ്റ്റർ ഡെലിവറി ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിനെയും കുട്ടിയുള്ള ആദ്യത്തെ യാത്ര. അതാണ് ഈ വ്ളോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോഴും സ്ഥിരമായിട്ട് പോകാറുള്ള പൊന്നാനി കർമ്മയിലേക്ക് തന്നെയാട്ടോ ഈ യാത്ര. കർമ്മ എന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. പെട്ടെന്ന് പോയി വരാനും ആ ഒരു ഫീൽ തന്നെ വെറൈറ്റി ആണ്. പോക്ക് മാത്രം എളുപ്പമായതുകൊണ്ടല്ല, കർമ്മയിൽ ചെന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം കർമ്മയുടെ ഒരു വികാരം. ഈവനിങ് ഒരു 4:30 നേരത്താണ് ഇറങ്ങിയത്. ആ നേരമായതുകൊണ്ട് തന്നെ കർമ്മയിലെത്തിയപ്പോൾ നല്ലൊരു അടിപൊളി സൺസെറ്റ് വ്യൂ ഞങ്ങൾക്ക് കാണാൻ കിട്ടി. പിന്നെ ഇവമോളെ കൊണ്ട് അങ്ങോട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഇക്കാൻ്റെയും ഫസ്റ്റ് വലിയൊരു ആഗ്രഹമാണ്. അത് പിന്നീടൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരണേ. ഒരു 100-150 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ. അത് നിങ്ങളൊന്ന് മനസ്സിലാവാമല്ലോ. അപ്പം നിങ്ങളൊന്ന് നമ്മളെ കൂടെ ഒന്ന് നിൽക്കി ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഷെയറൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണേ. പിന്നെ യാത്രയിലൂടെ നീളം പാട്ടും വൈബും സെറ്റും ഒക്കെ ആയതുകൊണ്ട് കർമ്മയിൽ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. കർമ്മ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വ്യൂ ഉണ്ടല്ലോ, ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു. എനിക്ക് തോന്നി ഈ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയൊരു ആശ്വാസമാണോ അതോ കുളിർമയാണോ എന്ന് എനിക്കറിയില്ല. എന്താണ് എൻ്റെ ഒരു ഡെലിവറിയുടെ ആ ഒരു സമയം എല്ലാവർക്കും അറിയാം, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഇങ്ങനെയുള്ള യാത്രകളാണ് അതിൽ നിന്നൊന്ന് ഹീൽ ചെയ്യുന്നത്. സോ ഞാൻ ഈ യാത്ര എന്തായാലും എൻജോയ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു സൺസെറ്റ് വ്യൂ, നല്ലൊരു അങ്ങനെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തിരക്കായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ അതേ ബേബി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ റിസ്ക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ കർമ്മയിൽ എന്തോ ഫെസ്റ്റും എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അത് ഉദ്ദേശിച്ചല്ല വന്നത്, ജസ്റ്റ് ഒന്ന് കാണാം. മെയിനായിട്ട് കർമ്മയിൽ ഇരുന്ന് ചായ കുടിക്കാനും വ്യൂ കാണാനാണ്. അപ്പോൾ നെക്സ്റ്റ് ലക്ഷ്യം ഇവിടുന്ന് ചായ കുടിക്കുന്നതായിരുന്നു. ഞാൻ ലാസ്റ്റ് ചാക്ക് കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയിലാട്ടോ കയറിയത്. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ കടി പോയി പറയണമെന്നില്ല. അവിടെയുള്ള കടികൾ ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുതരും. ഇതിലെന്ത് കഴിക്കണം എന്ന് മുഖത്തോട് മുഖം നോക്കിയിരിക്കാനേ ഉണ്ടാവും. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ താത്താൻ്റെ മോള് നന്നായിട്ട് അറിഞ്ഞും കുറച്ചും തിന്ന് തീർത്ത്. ചായ കുടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതിൻ്റെ ഉള്ളിലായപ്പോൾ ഞങ്ങൾ വല്ലാണ്ട് അറിഞ്ഞില്ല. നല്ല മഴ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലൊരു കുഞ്ഞു ബേബി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അപ്പോൾ 53 days ആയിട്ടുള്ളൂ. പിന്നെ അധികം മഴത്തുള്ളം കൊണ്ട് ഒന്നും വരുത്തിണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നാടെത്താൻ നേരപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഇവളുടെ മൂത്തമാൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ. ഏതായാലും സമയം കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് താത്താൻ്റെ വീടും ഞങ്ങളെ വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോകാൻ തന്നെ കരുതി. ഇവമോൾ ആദ്യമായിട്ട് അവളുടെ ഫസ്റ്റത്തെ മൂത്തമാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവാണ്. ഇതാണ് ഇത്താൻ്റെ വീട്.
ഇത്താൻ്റെ വീട്ടിൽ കുറച്ച് പെയിൻറ്റും പരിപാടിയും കലാപരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ഈ മോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത്. താ കയറി ചെല്ലുമ്പോൾ ആ കണ്ണ മുതലില്ല, കണി കാണിച്ചിട്ട് മുതൽ അതാണ് അവിടുത്തെ കാരണവർ. താത്താക്കൊരു മോനും ഒരു മോളും ഉള്ളൂ. വീടിൻ്റെ സെറ്റപ്പും കെറ്റപ്പൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ആളിയാൻ നല്ല ഇറക്കിക്കണം, പൊട്ടിച്ചിക്കണം എന്തായാലും. ഇതാണ് താത്താൻ്റെ വീട്. ഇതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഉമ്മ ബേബീനെ ആദ്യം തന്നെ റൂമിൽ പോയിട്ടൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടൊന്ന് കിടത്തിയിട്ടുണ്ട്. ഈ കണ്ടതാണ് എൻ്റെ മൂത്ത സഹോദരി, അവളുടെ ഒരേ ഒരു പുത്രി. അത് അപ്പുറത്ത് ബേബി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വരികയായിരുന്നു. ഇവർക്കാർക്ക് പിന്നെ ആവശ്യമില്ല, ബേബിനെ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ താത്ത ജ്യൂസ് ഉണ്ടാക്കി തന്നെ അതൊക്കെ കുടിച്ച് ലാസ്റ്റ് ഞങ്ങൾ നേരം വഴുക്കണ്ടെന്ന് കരുതി യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. മോളവളുടെ മൂത്തമ്മാടും ദീദിനോടൊക്കെ ടാറ്റി യാത്ര പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ടാറ്റ ബബായി പറഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഉപ്പച്ചിയുടെ കടയിലേക്കാണ്. ഇതാണ് എൻ്റെ ഉപ്പച്ചിൻ്റെ കട. ഉപ്പച്ചിയുടെ സ്വന്തം ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ വിശേഷം ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ അറിയിക്കാം. മാറിപ്പോയി. ഇപ്പം എൻ്റെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കാനുള്ള പുറപ്പെടലാണ് മറ്റാളാണ് പോയത്. ഞാൻ ഇതാ ഇറങ്ങി വരുന്ന കാണുന്ന വീരപ്പനാണ് എൻ്റെ വാപ്പ. അതാണ് എൻ്റെ ഉപ്പ. ലാസ്റ്റ് ഞങ്ങൾ പെരയൊക്കെ എത്തി ഷാറായി. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. എന്തുകൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. നെക്സ്റ്റ് വീഡിയോ ഉടൻ ഇടാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ.